നിങ്ങളെയും കൂടിയിട്ട് എൻ്റെ ഈ ഒരു സന്തോഷത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ തലകറങ്ങുവാണോ അതോ ഇച്ചിരി അങ്ങനത്തെ ഒരു ഇത് അവരെന്നെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്തു വിറയ്ക്കണ കൈ. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയാം, ഞാൻ പീരിയഡ്സ് ആയി. ഓക്കെ, കൂൾ ഡൗൺ. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഒരു പാക്ക് വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് എന്നല്ല, ഒരു വർക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൻ്റെ ഒരു ക്രിയേറ്റർ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട് ഡൽഹിയിൽ. അവരെന്നെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ ഒരു താങ്ക്ഫുൾ, ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡീപ് ബ്രീത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നാളെ പോകണമെന്ന്. നാളെ രാവിലെ എനിക്ക് 5:30-6 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തണം. 8:30-ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എന്തിനു സ്ട്രെസ്ഡ് ആക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനത്തെ ഒക്കെ കുറേ ഇമോഷൻസിലാണ്. പിന്നെ ഞാൻ തന്നെയാണ് പോണത്. അപ്പോൾ പക്ഷെ തന്നെ പോണത് ഇത്തവണ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ കഴിഞ്ഞ മുംബൈക്ക് തന്നെ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് പോണതുകൊണ്ടും അവിടെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും. സെലക്റ്റഡ് ക്രിയേറ്റേഴ്സിന് മാത്രം കിട്ടുന്ന അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സംസാരിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നല്ലേ, എനിക്ക് അങ്ങനെ തലകറങ്ങുവാണോ അതോ ഇച്ചിരി അങ്ങനത്തെ ഒരു ഇത്. അപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ സ്ട്രെസ്സ് മാറ്റാന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെ വിളിച്ചു. വേണ്ടിയിരുന്നില്ല, അമ്മ എന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നും പറഞ്ഞു അമ്മ ചീത്ത വിളി. അപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു നമുക്ക് ബ്ലോഗ് ചെയ്യാം. ഞാൻ പാക്ക് ചെയ്യണ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ എൻ്റെ ഒരു ഡ്രസ്സ് കാണാനുണ്ടായിരുന്നില്ല. ഡ്രസ്സ് ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നടന്നിട്ട് 10 മണിയായപ്പോഴാണ് ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ഇവൻ്റ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞാൻ വഴിയേ പറയണതാണ് കേട്ടോ. അപ്പം നിങ്ങളെയും കൂടിയിട്ട് എൻ്റെ ഈ ഒരു സന്തോഷത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഇങ്ങനത്തെ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 7 വർഷമായി. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിനൊക്കെ ഇപ്പം ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്നേഹമായിട്ടാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയിട്ടാണ്, ബെനിഫിറ്റ്സിൻ്റെ സെൻസ് എന്തുവാ, വെള്ളം ചെല്ലുമ്പോഴേക്കുള്ള പ്രിഫറൻസ് ആണെങ്കിലും ഒക്കെ എനിക്ക് യൂട്യൂബ് വന്നിട്ട് കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അതുള്ള കാര്യമാണ്. പക്ഷെ അതല്ലാതെ യൂട്യൂബ് എന്ന രീതിയിൽ ഇങ്ങനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ ഒരു നമ്മുടെ ഫുൾ എക്സ്പെൻസ് ഒക്കെ എടുത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്, അത് 3 ഡേയ്സുള്ള ഒരു പരിപാടിക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഓക്കെ, കൊളാക്കുന്നില്ല. നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ കൂൾ ഡൗൺ ആവാം. ഞാൻ നെറ്റിൽ നോക്കിയിട്ട് എങ്ങനെ കൂൾ ഡൗൺ ആവണം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തലയിലാണെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തു വിറയ്ക്കണ കൈ. ഞാൻ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ ഇച്ചിരി റെഡ് കളറിൽ ഇരിക്കട്ടെ. എൻ്റെ ബാഗ് ആസ് ഓൾവേസ് മെസ്സായിട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതേ ബാഗ് തന്നെ കൊണ്ടുപോകണേ. കുറച്ച് സംഗതികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റുന്നേ ഉള്ളൂ. ഡ്രസ്സ് ഉണ്ടല്ലോ, നമുക്ക് ഒരു പാർട്ടി ഔട്ട്ഫിറ്റ് വേണം, പിന്നെ ഒരു ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് വേണം, പിന്നെ ഒരു ഗ്ലാമറസ് ഔട്ട്ഫിറ്റ് വേണം. ഇതൊക്കെ അവരിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നത് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വേണമെന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഡെനിം സ്കേർട്ടും ഒരു വൈറ്റ് ഷർട്ട്, സാറ്റിൻ ഷർട്ടും ഉണ്ട്, കോട്ടൺ അല്ല ലിനൻ ഷർട്ടും ഉണ്ട്, പിന്നെ ഒരു ജീൻസ് ടോപ്പ്, ഒരു ബ്ലേസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്, പിന്നെ അല്ലാത്തുള്ള ഒരു കോഡ് സെറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നുള്ള സിംപ്ലി യൂണിക് ക്ലോത്തിങ് എന്നുള്ള ഒരു കോഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഈ 3 ഡ്രസ്സാണുള്ളത്. ഇതിനകത്തുനിന്ന് എനിക്ക് എയർപോർട്ടിലോട്ട് പോകാനും വരുമ്പോൾ ഇടാനും ഞാൻ വിചാരിക്കണം എന്താ അറിയുമോ, പോകുമ്പോൾ ഇടണം, തിരിച്ചു വരുമ്പോൾ ഇടാതാം. പിന്നെ വീട്ടിലിടുമ്പോഴേക്കും ഞാൻ 2 ഡ്രസ്സ് എടുക്കണമല്ലോ. സാധാരണ ഞാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുക. അത് പക്ഷേ കുറേ പേർക്കായിട്ട് നമ്മളെങ്ങനെയാണ് അറിയാം, നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ആ ഹോട്ടലിൽ എല്ലാ യൂട്യൂബിൻ്റെ സ്റ്റാഫും യൂട്യൂബിൻ്റെ ടോപ്പായിട്ടുള്ള ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ആളുകൾ അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണേ.
ഒബ്രോയി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ, അങ്ങനെ എന്താ ഒരു പേരുള്ള ഹോട്ടലാണ് ഡൽഹി വെച്ചിട്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ഇൻ കേസ് ഇനിയിപ്പോൾ വെടിയിലൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ കൂറ പിടിച്ച ഡ്രസ്സ് കാണണ്ടല്ലോ, കൂറ പിടിച്ച ഡ്രസ്സ് എന്നല്ല, ഞാൻ ഒരു ദിവസം ഇട്ട ഡ്രസ്സ് തന്നെ അടുത്ത ദിവസം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓർഡർ എടുക്കാറുള്ളൂ. അപ്പോൾ രാത്രി കിടക്കാൻ നേരം മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഇത്രയും ലഗേജ് ഒന്നും കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ അത് പാക്ക് ചെയ്യണം. പിന്നെന്താ, പിന്നെ ഇന്നേഴ്സ്, എല്ലാ ഇന്നേഴ്സും പാക്ക് ചെയ്യണം. പിന്നെ എനിക്ക് ചെരുപ്പ് പാക്ക് ചെയ്യണം. ചെരുപ്പ് ഞാൻ ഇപ്രാവശ്യം കുറേ ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഷൂസും ഹീൽസൊക്കെ ആയിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവണടാ. എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവണേന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് എനിക്ക് തന്നെ പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പിന്നെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പിന്നെ എനിക്ക് കൂൾ ഡൗൺ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. ഇന്നലെ വരെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് അറിഞ്ഞതാണ്. പക്ഷെ എനിക്കിപ്പോൾ തലേ ദിവസം ആയപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ വരണം. ടെൻഷൻ എന്നാണ് എന്തൊക്കെയോ ഫീലിങ്സ് വരിക. സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. പക്ഷെ എന്നാലും ടെൻഷൻ അടിക്കുക. എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഞാൻ ബാഗായിട്ട് ഒരു ബാഗ് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ കൈ കൊണ്ടുപോകുന്ന ബാഗുണ്ട്, അല്ലാതെ ഇങ്ങനെ നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് ഇടുന്ന ഒരു ബാഗില്ല, അതൊരു ബ്ലാക്ക് ബാഗ്, അത് മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബാഗ് കൊണ്ടുപോകേണ്ട. ചെരുപ്പിനാണ് എൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് ചെരുപ്പിനുള്ളത്. ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം മിന്ത്രയിൽ ഓർഡർ ചെയ്തുകൊണ്ട് കുറേ ചെരുപ്പുകൾ വന്നിരിപ്പുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു മാലയും ഒരു കമ്മലും. ഓർണമെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിൽ തീരെ ഇല്ല. പറ്റുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് കൂടി എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ മേക്കപ്പ് സെറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം. മേക്കപ്പ് ഞാൻ മിനിമൽ മേക്കപ്പ് ആണ്, ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് മാറ്റി കളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ എന്താ, അതൊക്കെയാണ് വിശേഷം. പിന്നെ ഞാനുണ്ടല്ലോ, എനിക്കിങ്ങനെ ഒരു ലൈറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട്, നമുക്കിങ്ങനെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴേക്കും ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം കൊണ്ട് ഡെലിവർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ റേറ്റിംഗ് പോലും നോക്കാതെ ഞാൻ ഓർഡർ ചെയ്ത്, എന്നിട്ട് അവർക്ക് കൊണ്ടുവന്നില്ലല്ലോ. ആ 10 മണിക്ക് മുമ്പ് ഡെലിവറി ഒന്നും നമുക്ക് കൊണ്ടുവന്നില്ല. ശരി, അതുകൊണ്ട് ഞാൻ കുറച്ച് സാഡാണ്. കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തു. അത്ര കണ്ട് സ്ട്രെയിറ്റ് ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സ്ട്രെയിറ്റ് ചെയ്തെന്ന് ഓർത്തിട്ടാണ് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ട് സ്ട്രെയിറ്റ് ആവാൻ. എന്തായാലും എൻ്റെ ഈ റൂട്ട് ഭാഗം കുറച്ച് മെസ്സി ആകും, കേൾസ് വരും. ഈ ഭാഗമാണ് കുറച്ചുകൂടി കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഞാൻ വിചാരിച്ചു നാളെ രാവിലെ ഒന്നുകൂടി ഇവിടെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. എന്തായാലും അഴിച്ചിടുന്നില്ല, കെട്ടി വെച്ചിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത്. ലാസ്റ്റ് ഡേ എങ്ങാനും പറ്റുവാണെന്നുണ്ടെങ്കിൽ കേൾസ് ചെയ്യാം. നോർമലായിട്ട് മുടി കഴിക്കഴിഞ്ഞാൽ കേൾസ് വന്നോളും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ ഇന്ന് പുതിയ ചെരുപ്പ് മേടിച്ച് ചേർത്തത് എന്താണോ, ഞാൻ ഈ ഇടയിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കണം. എങ്ങനെയുണ്ട് വൈറ്റ് കളറിൽ ഈ ഒരു ചെരുപ്പ്. അപ്പോൾ ഇത് ഞാൻ കാഷ്വലായിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അത് റിട്ടേൺ അയക്കുന്നില്ല. പിന്നെ വേറൊരു ചെരുപ്പ് മേടിച്ചിരുന്നു. ആ ചെരുപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഒബ്രോ മാളിലുള്ള പേലസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് മേടിച്ചു. അവിടെ പക്ഷേ എല്ലാ സ്റ്റോക്കും പഴയ സ്റ്റോക്കാണ്. അതുകൊണ്ട് എനിക്ക് 899 രൂപയ്ക്ക് കിട്ടി. പിന്നെ എനിക്കിങ്ങനെ ഫോട്ടോസിലും 1-2 ദിവസത്തേക്ക് ഇടാനല്ലേ ഉള്ളൂ, സ്ഥിരമായിട്ടുള്ള യൂസ് അല്ലല്ലോ ഈ കാണുന്നത്. ഇതാകുമ്പോഴേക്കും കുറച്ചിങ്ങനെ ഒരു ക്ലാസി ലുക്കായിട്ടിരിക്കുമല്ലോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തതില്ല. എനിക്കിങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള വേണമായിരുന്നു. എല്ലാം ഞാൻ ഓൺലൈൻ നോക്കണം. പോയിൻറ്റഡ് ആയിട്ടുള്ള ചെരുപ്പും 4 ഇഞ്ച് ഹീൽസാണ്. 4 ഇഞ്ചിലിട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ തലയും കുത്തി വീടെന്ന് ചോദിച്ചാൽ മതി. ഇതാകുമ്പോഴേക്കും ഇങ്ങനത്തെ ബ്ലോക്ക് ഹീൽസ് ആയതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ട് ഉണ്ട്. ഈ ബാക്കിൽ ഒരു വള്ളി കൂടിയോ, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് ഞാനങ്ങ് മേടിച്ചു. അപ്പം ഇത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാനൊരു ഷൂസ് എടുക്കുന്നുണ്ട്. ആ ഷൂസ് ഞാൻ ഇടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഷൂസ് എടുക്കണമെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പാക്കിങ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഒരു ബ്രാ മേടിച്ചു കാണിച്ചിട്ടാണേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴേക്കുവേ ഞാൻ സിവാമിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീംലെസ് ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ബ്രാ. ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെയാണോ വരുന്നത്? ഇതാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒട്ടും ബ്രാ ഇങ്ങനെ എടുത്തറിയില്ല, ആ രീതിയിലുള്ള ഒരു ബ്രായാണിത്. പിന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹുക്കും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ സൈസ്, ഓക്കെ ഞാൻ സൈസൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സെറ്റായിട്ടുള്ള പാൻറ്റീസ് മേടിച്ചു, ഈ ഒരു ന്യൂഡ് കളറിൽ. ഇത് പക്ഷേ മറ്റേ സീംലെസ് അല്ലാത്തതാണ്, ഞാനങ്ങ് മേടിച്ചു. പിന്നെ ഞാനിന്ന് വെസ്റ്റ് സൈഡിൽ പോയായിരുന്നു കേട്ടോ. ഓഫറൊക്കെ ഉണ്ടെന്ന് വെച്ച് പോയതാണ്. വലിയ കണ്ട ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഈ ഒരു ഡ്രസ്സ് മേടിച്ച്. എന്താ മെയിൽ വന്നിരിക്കണമല്ലോ, ക്ലാരിഫൈങ് പ്രൊഡക്റ്റോ. അപ്പം ഞാൻ വീട്ടിലിടുന്നത് ഈ ഒരു
പൂക്കളമുള്ളത് ഇങ്ങനത്തെ ഒരു ഇത് മേടിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഷർട്ട് മേടിച്ചു. എനിക്കിപ്പോൾ വെള്ള കളറുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണ് ഇങ്ങനെ മെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ 2 ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു, വീട്ടിലിടുന്ന ഡ്രസ്സ്. പിന്നെ ഞാൻ ഒരു ബെൽറ്റ് മേടിച്ചു, ഈ ഒരു കമ്മൽ മേടിച്ചു. നല്ല രസമില്ല അത് കാണാനായിട്ട്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ച കേട്ടോ, 299 രൂപ. 299 രൂപയ്ക്ക് എനിക്കിത് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഒരു രസമില്ല, ഒരു ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബെൽറ്റ്. ഈ ബെൽറ്റ് ഞാൻ ഇപ്പോൾ ആലോചിക്കും എന്തിനും ബെൽറ്റ് മേടിച്ചിരുന്നു. കാരണം ഇതിൻ്റെ ഇവിടെ സിൽവറാണ്, എനിക്കിവിടെ ഗോൾഡ് വരുന്നേ ഇഷ്ടം. കുഴപ്പമില്ലായിരിക്കട്ടെ. പിന്നെ ഞാൻ ലേഡീസ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സംഗതികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3-4 പൊട്ട്. ഇത് പക്ഷേ ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ നമ്മളിപ്പോൾ ഓണല്ലേ വരണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ച ഈ ഒരു കമ്മൽ. ഇപ്പം സിൽവർ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. പിന്നെ ഇതിങ്ങനത്തെ ഒരു ബ്രാസ് കൈൻഡ് ഓഫ് ഒരു സംഗതി. പിന്നെ കുറച്ച് കുപ്പികളെയൊക്കെ മേടിച്ചു. അത് പൊട്ടണം മുമ്പ് ഞാൻ എടുത്ത് വെച്ചേക്കട്ടെ, അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പണി പാടും. പിന്നെ ഞാൻ ഈ കോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള ഒരു സംസാരിക്കുന്ന ഒരു ഇതുണ്ട്, അപ്പോൾ അതിനിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവും എന്തോ, ഈ കോട്ട് ഇടുമോ അല്ലെങ്കിൽ ഞാൻ മറ്റേ കോട്ട് സെറ്റ് ഇടാമെന്നാണ് വിചാരിക്കണത്. ഇതൊക്കെ പണ്ട് മേടിച്ചു വെച്ച കോട്ടാട്ടെ, എപ്പോഴെങ്കിലും ഇതിനൊരു ഉപകാരം ഉണ്ടാവട്ടെ. ഇതൊന്നും എനിക്ക് അയൺ ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കിവിടെ മാറ്റി വെച്ചേക്കാം. അയൺ ചെയ്യാനുള്ളതായതുകൊണ്ട് ഇവിടെ ഇട്ടേക്കാം. ഇനി നമുക്ക് പാക്കിങ് തുടങ്ങാം. ഇനി നമുക്ക് താഴെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്, പ്ലീസ് എക്സ്ക്യൂസ് മൈ കുട്ടിനിക്കർ. അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ പെട്ടി. ഇതിനകത്ത് ഞാൻ ഈ ഡ്രസ്സ് എൻ്റെ ഉടുപ്പാണ്. ഐ മീൻ എന്താ മണിക്കൂട്ടാ അണ്ടട ശുന്നരനാണോടാ ഇത് ശുന്നരനാണോടാ. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് ജീൻസ്, പിന്നെ വൈറ്റ് കളറിൽ 1-2 ടോപ്സ് ഉണ്ട്. പിന്നെ ഇത് കോട്ട് സെറ്റ്, ഇതിൻ്റെ അടിയിലുള്ളത് ഒരു കോട്ട് സെറ്റ്, ഇത് ക്രോപ്പ് ടോപ്പ്. ഇത്രയാണ് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കണേ. പിന്നെ നമുക്ക് വീട്ടിലിടാനുള്ള 1-2 ജോഡി ഡ്രസ്സും കൂടിയിട്ട് വെക്കണം. വേറെ ഒന്നുമില്ല. ഈ ഗ്ലാമറസ് ലുക്കിലൊക്കെ ഞാൻ എന്തിടാന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ലല്ലോ. അവർ ഇന്നാ പറഞ്ഞു ഇങ്ങനത്തെ ഗ്ലാമറസ് ലുക്കൊക്കെ വേണമെന്ന്. അപ്പോൾ അങ്ങനത്തെ ലുക്കിനൊന്നും ഉള്ള സംഗതി എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സംഗതി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഗ്ലാമറസ് ലുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശക്കര പിന്നെ ഇപ്പുറത്ത് കണ്ടത് ഞാൻ മാറ്റിയിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, ഞാൻ കഴിഞ്ഞ ദിവസം മുംബൈ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന പെട്ടി അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഒന്നും ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പം നമുക്ക് അതിനകത്തോട്ട് എന്താ കുറേ സാധനങ്ങൾ വെക്കാം. പിന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഞാൻ പീരിയഡ്സ് ആയി. എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഉണ്ടല്ലോ എനിക്ക് ഇമ്പോർട്ടൻറ്റ് പരിപാടി വന്നിട്ടുണ്ടോ, എന്ത് ഇമ്പോർട്ടൻറ്റ് പരിപാടി വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ പീരീഡ്സ് ആവും. അല്ലെങ്കിൽ ഒരു കാലത്തും ആവത്തില്ല. അല്ലാത്ത ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോഴേക്കും പീരീഡ്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കൂടി വെക്കണം. ഇത് ഞാൻ അന്ന് വെച്ചിരുന്നത്. അന്ന് എനിക്ക് പീരീഡ്സ് ആവോ, ഇങ്ങനത്തെ ഒരു വയറുവേദനയും അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പാഡും കൂടിയിട്ട് എടുത്ത് വെക്കണം. സോറി, നമ്മൾ ഇന്നലെ ബാഗ് പാക്ക് ചെയ്ത ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പെട്ടെന്ന് തിരക്കായി പോയിട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ 5:30 എയർപോർട്ടിൽ വരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രി നമ്മൾ ഷൂട്ട് ചെയ്തത് എനിക്ക് 11:30 എങ്ങാണ്ടും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഞാൻ എടുത്ത് വെക്കത്തില്ല, മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡായി. എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നായി. അപ്പോൾ പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ നമുക്ക് രാവിലെ കാണിക്കാം. രാവിലെ ആയപ്പോഴേക്ക് സമയമില്ല. ഇപ്പോൾ ഇതേ നമ്മൾ ഡൽഹിയിൽ ഞാൻ സ്റ്റേ ചെയ്യേണ്ട റൂമിലെത്തി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് ഞാൻ കൊണ്ടുവന്നത് എന്നുള്ളത്. ഫസ്റ്റ് തന്നെ എൻ്റെ ചെരുപ്പ്. ഇതിനകത്ത് ഞാൻ ഒരു ഷൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തന്നെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ബ്ലാക്ക് ചെരുപ്പ്, പിന്നെ ഒരു വൈറ്റ് ചെരുപ്പ്. ഇത്രയും ചെരുപ്പുകൾ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഇന്നേഴ്സ് ഇട്ട് വെക്കണം. ഇന്നേഴ്സ് ഞാൻ ഒരു ബാഗിനകത്ത് തന്നെ ആക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ടേ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. പിന്നെ 2 സോക്സ് എടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെയോ, ഇത് ആലം സ്റ്റോൺ എന്നുകൊണ്ടുള്ള സംഗതിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഡിയോഡറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ മണമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നല്ല മണം ഉണ്ടാവില്ല, മോശം മണം ഉണ്ടാവില്ല. ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ പെർഫ്യൂം, ഇത് ഞാൻ വലിയ ബോട്ടിലായതുകൊണ്ട് ഈ ലഗേജ് ബാഗിൽ ഇട്ടിരുന്നത്.
ഇൻഡു ദ നൈറ്റ്സ് എന്നുണ്ടല്ലോ, നല്ല ഫ്രാഗ്രൻസ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാണുന്ന ഒരു നിക്കർ എടുത്ത്, ഈ നിക്കർ എടുക്കാൻ കാരണം എന്താ അറിയോ, ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് ഇടാൻ പോണേ. ആ ഡ്രസ്സിൻ്റെ അടിയിലിടാനുള്ള ഷോർട്സ് ഇല്ലേ, അത് ഞാൻ അവിടെയൊക്കെ തപ്പിയെന്നോ, ഫുള്ള് തപ്പിയിട്ട് ഇടാനുള്ള ഷോർട്സ് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഉള്ള നിക്കർ എടുത്തോണ്ട് വന്ന് നിക്കർ ഇടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതെൻ്റെ ടോയ്ലറ്ററി എന്നാണെങ്കിൽ ടോയ്ലറ്ററി എന്ന് പറയാം, അങ്ങനെയുള്ള സംഗതികളാണ് കേട്ടോ. എൻ്റെ മിസെല്ല വാട്ടർ ഉണ്ട്, കാണിച്ചു തരാം. മൈസെല്ല വാട്ടർ ഉണ്ട്, പിന്നെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലെൻസർ, പിന്നെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, പിന്നെ ഇത് ഹെയർ മാസ്ക്. ഇൻ കേസ് മുടി കഴുകുവാണെങ്കിൽ ഹെയർ മാസ്ക്, ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ഞാൻ കുറച്ചിങ്ങനെ പഞ്ഞിയെടുത്ത് അങ്ങനെ പാടെ കുത്തിക്കയറ്റി വെച്ചാട്ടോ. പിന്നെ ഈ ഒരു ഗ്ലൈക്കോളിക്കിൻ്റെ സിറം, ഇത് ജസ്റ്റ് ഒരു എക്സ്ഫോളിയേഷൻ എന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാട്ടോ. എന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ ഒരു കുരു തന്നെ, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ എൻ്റെ ടോണർ, അങ്ങനെയുള്ള കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് കാണിക്കാനുള്ളതുള്ളൂ. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, ഞാൻ ഇങ്ങനത്തെ ബോട്ടിലാക്കി കോക്കനട്ട് ഓയിൽ വെച്ചിരുന്നു. കോക്കനട്ട് ഓയിൽ, അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ച്. ഈ വലിയ ബോട്ടിൽ നമ്മൾ ഹാൻഡ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവിടെ പിടിച്ചു വയ്ക്കും. ഒരു തവണ നമ്മൾ പണ്ട് മാൽദീവ്സിൽ പോയില്ലേ, നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ അന്ന് മുതലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്, താഴെ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. അപ്പം അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അവർ പിടിച്ചു വെച്ച്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഹാൻഡ് ബാഗിൽ കരുതാറില്ല, എല്ലാം ഇങ്ങനത്തെ ചെറിയ ഇതിലാണ് കരുതാറ്. പിന്നെ കുറേ ചറപറാന്നുണ്ട് പാഡുകൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് അധികം എടുത്ത് പെറുക്കിയിട്ട്, വലുത് വയ്ക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ കേസ് വെച്ച്, ഇത് ഞാൻ മുംബൈയിൽ ഒരു തവണ പോയപ്പോഴേക്കുണ്ടല്ലോ റോഡ് സൈഡിൽ നിന്ന് മേടിച്ച കേട്ടോ. 300 രൂപ 250 രൂപ അങ്ങനെ എന്താ റേറ്റ് കൊടുത്ത് മേടിച്ച. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ മാച്ച് ആവുന്ന രീതിയിൽ മാറ്റി ഇടാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ വാസ്ലിൻ എൻ്റെ കാലിന് വാസ്ലിൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെയാണ് വാസ്ലിൻ ഇട്ടില്ല എന്നല്ലേ, അതുകൊണ്ട് വേണ്ട വരച്ച് പോലെ ഇരിക്കും. ഐ മീൻ ഇങ്ങനെ ഭയങ്കര വിണ്ട് കീറിയിട്ടുള്ള പോലെ ഇരിക്കും. അപ്പം അങ്ങനെ ഇരിക്കാനായിട്ട് ഞാൻ വാസ്ലിൻ എപ്പോഴും കയ്യിൽ കഴുകാറുണ്ട്. പിന്നെ കുറച്ച് ഷെമ്മീസ് ഒക്കെ എടുത്ത് ഞാൻ വെളിയിലിട്ട്, ഷെമ്മീസ് ഷേപ്പറും അത് ഇതിനകത്ത് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ രാവിലെ അത് എടുത്ത് വെച്ചത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിലോട്ട് വെച്ചേ. പിന്നെ നമ്മുടെ മറ്റേ ബാക്ക് തോന്നിക്കണ പോലെ ഒരുപാടൊന്നും തോന്നിക്കത്തില്ല കേട്ടോ, ശകലം. ഞാൻ വിചാരിച്ചു ഇന്നർ ഇതിട്ട് കഴിഞ്ഞാൽ ബോറാണെന്നുണ്ടെങ്കിൽ ഇതിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നറിൻ്റെ രീതിയിൽ എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നർ, പിന്നെ ഞാൻ ഡൈസൺ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഷേപ്പർ, ഇത് വീട്ടിൽ ഇടുന്ന ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ അതിൻ്റെ അടിയിൽ എൻ്റെ മറ്റേ ബ്ലാക്ക് കളറുള്ള ബാഗില്ലേ, നമ്മളിത് കണ്ടിട്ടുണ്ടാവും, എൻ്റെ ബ്ലാക്ക് കളറുള്ള ബാഗ്. ഈ ഒരൊറ്റ ബാഗാട്ടോ ഞാൻ കൊണ്ടുവന്നേക്കണേ, എൻ്റെ 3 ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ബാഗും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഇൻ കേസ് തല കഴുകുവാണെങ്കിൽ എനിക്കിഷ്ടമായി. ഇത് ഭയങ്കര അടിപൊളിയാട്ടോ, നമ്മളിങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആവും, ആ രീതിയിലുള്ളൊരു സ്ക്രബ്ബറാണിത്. അത്രയൊക്കെ ഉള്ളൂ, എന്തുവാ വേറൊന്നുമില്ല. ഇത്രയാണ് ഈ ബാഗിനകത്തുള്ളത്. തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വെച്ചിടാം. പിന്നെ ഇനിയിപ്പുറത്ത് എന്താണെന്നെല്ലാം കൂടി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. അത്രയാണ് അതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഇത് ഞാൻ ഇടാൻ പോകുന്ന കോട്ടാണ് കേട്ടോ. ഇത് ഞാൻ നാളത്തേക്ക് ഇടണമെന്ന് വിചാരിക്കണേ. നാളെ നമുക്കിങ്ങനെ ഒരു ഒഫീഷ്യൽ ഇങ്ങനെ മീറ്റിംഗ് പോലത്തെ പരിപാടിയില്ലേ, ബ്രാൻഡ്സിനോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആളുകളൊക്കെ മീറ്റ് ചെയ്യണ പരിപാടി. അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് ഒഫീഷ്യൽ വെയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ബ്ലേസർ എടുത്തിട്ടുണ്ട്. ഒരു ടാൻ ബീച്ച് കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഒരു ലൈറ്റ് പിങ്കോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലേസറാണ്. ഇത് ഞാൻ ഇവിടെ തൂക്കിയിടണമെന്ന് വിചാരിക്കുക. ഇതെനിക്ക് അയേൺ ചെയ്തിട്ട് ഇവിടെ തൂക്കിയിടണം, മാറ്റി വയ്ക്കും, ഇല്ലെങ്കിൽ ഇത് ചുളുക്ക് വീടും ഇതിനകത്ത് തന്നെ ഇരുന്ന്. പിന്നെ ഇതാണ് ഞാൻ ഇന്നത്തെ ഇവൻറ്റിന് ഇടണമെന്ന് വിചാരിക്കുന്നത്. കാണുന്ന ഒരു ചളക്കോവിളൊക്കെ ഉണ്ട്, ഞാൻ സ്റ്റൈൽ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഷൂസും അതുപോലെ മാലയും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഒള്ളിന്ന് എടുത്തതാണ് കേട്ടോ. 4000 രൂപയാണ് കഴിച്ചിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ എടുത്തത്. 4000 രൂപ. ഞാൻ 4000 രൂപ കൊടുത്തിട്ടൊന്നും അങ്ങനെ ഡ്രസ്സ് എടുക്കാറില്ലാത്തതാണ്. ഇതെന്തോ കണ്ടപ്പോഴേക്കും കൊള്ളാമെന്ന് തോന്നി, അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ എടുക്കുക. നൂല് കൊണ്ടുവന്ന 4 രൂപയുടെ സാധനത്തിന്. പിന്നെ ഇത് ലിനൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി, നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തത്. പിന്നെ ഒരു ജീൻസ്, ഇത് ജീൻസ് അല്ല, പിന്നെ ഞാനൊരു സ്കേർട്ട് എടുത്തിട്ടാണ്. പിന്നെ ഇതൊരു ഡെനിമിൻ്റെ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡെനിമിൻ്റെ ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ.
ഡ്രസ്സിൻ്റെ ഇതൊന്നും ഞാൻ തേക്കും കേട്ടോ. ഇവിടെ തേക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തേച്ചിട്ടിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാറ്റിൻ്റെ വൈറ്റ് കളറിൽ, ഈ ഓഫ് വൈറ്റ് കളറിൽ ഈ സംഗതി ഞാൻ പെയർ ചെയ്യണം എന്ന് വിചാരിക്കണേ. ഇത് കുറച്ചധികം നാളായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഒരു ജീൻസ്, ഈ ജീൻസ് ഞാൻ ആ ബ്ലേസറിൻ്റെ കൂടെ പെയർ ചെയ്യാതെ വെച്ചിട്ട് വെച്ചേക്കണ ജീൻസാണ്. പിന്നെ ഒരു വെള്ള കളറിൽ നോർമലായിട്ടുള്ളൊരു കോട്ടൻ്റെ ഒരു ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വീട്ടിലിടാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ ഇന്ന് കാണിച്ചു തന്നില്ലേ, അവിടുന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിലിടുന്ന ഉടുപ്പ്. പിന്നെ ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഈ കോഡ് സെറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ വൈറ്റ് കളറിൽ ഈ ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചിട്ട് പെയർ ചെയ്യണമെന്ന് വിചാരിക്കണേ. ഒന്നില്ലെങ്കിൽ ഇത് ഞാൻ നാളത്തെ ഒഫീഷ്യൽ പരിപാടിക്ക് ഇടും, അതല്ലെങ്കിൽ മറ്റേ പിങ്ക് കളറിലെ ബ്ലേസറില്ലേ അതിടും. ഇതില്ലെങ്കിൽ അത് രണ്ടും ഞാൻ ഇട്ട് നോക്കിയിട്ട് ഏതാ കൊള്ളാവുന്നതെന്ന് വെച്ചാൽ ഇടാമെന്നാണ് വിചാരിക്കണേ. പിന്നെ എൻ്റെ ഇത് വേറെ ഒരെണ്ണം, ഇത് ഞാൻ വിചാരിക്കണേ ഇത് നമുക്ക് തിരിച്ച് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇടാന്ന്. ഇതൊരു കോഡ് സെറ്റാണ്, നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നുള്ള കോഡ് സെറ്റാണ് നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മസ്ലിൻ മെറ്റീരിയലുള്ള കോഡ് സെറ്റാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു പെട്ടിക്കകത്തുള്ളത്. ഇത്ര ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നുള്ളൂ. പാക്ക് ചെയ്യാനായിട്ടുള്ളത് വളരെ കറക്റ്റ് 13 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് 15 കിലോ ആണ് അലൗ ആയിട്ടുള്ളത്. 13 കിലോയിൽ ഞാൻ ഒതുക്കി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പാക്ക് വിത്ത് മീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാക്ക് വിത്ത് മീ എന്ന് പറയാൻ പറ്റില്ലല്ലേ, വാട്ട്സ് ഇൻ മൈ ലഗേജ് ബാഗ് എന്ന് പറയാം. എന്നാലും നല്ല പാക്ക് വിത്ത് മീ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെന്താ, പീരിയഡ്സ് ആയി ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പരിപാടി വരുമ്പോഴേക്കും പീരിയഡ്സ് ആവണത്? അതുകൊണ്ട് എനിക്ക് വയറിന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കൊരു ഹോട്ട് ഷവർ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഡിന്നർ പരിപാടികൾക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ഇന്ന് ആക്ച്വലി ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുക എന്നുള്ള അങ്ങനത്തെ ഒരു ഉദ്ദേശത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരും ഓടി നടന്ന് പരിചയപ്പെടണമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടി നല്ലോണമൊക്കെ ഒന്ന് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോയി പാഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. 6 മണിക്കാണ്, ഇപ്പം 5 മണിയായി. എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ ഒന്ന് സ്റ്റൈലൊക്കെ ചെയ്തൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.